ഗണേശ സ്തോത്രം ചെല്ലാം. മുദാകരാതമോദകം സദാ വിമുക്തി സാധകം കലാധരാവധംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമി തം വിനായകം നതേതരാതി ഭീകരം നവോതി താർക്കഭാസ്വരം നമസ്സുരാരി നിർജരം നധാധികാപദുർധരം സുരേശ്വരം നിധീശ്വരം ഗണേശ്വരം ഗജേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം സമസ്തലോകശങ്കരം നിരസ്ത്യ ദൈത്യകുഞ്ജരം ധരേധരോധരം വരം വരേ ഭവക്രമക്ഷരം കൃപാകരം ക്ഷമാകരം മുദാകരം യശസ്കരം മനസ്കരം നമസ്കൃതം നമസ്കരോമി ഭാസ്വരം അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരണം ഭജേ പുരാണവാരണം ദാന്തകാന്തദന്തകാന്തി മന്ദകാന്തകാത്മജം അചിന്ത്യരൂപമന്ദഹീനമന്ദരായ കൃന്ദരം ഹൃദന്തരേ നിരന്തരം വസന്തമേവ യോഗിനാം തമേകദന്തമേകമേവ ചിന്തയാമി സന്തതം മഹാഗണേശ പഞ്ചരത്നമാദരേണ യോന്വഹം പ്രഗായതി പ്രഭാതകേ ഹൃദി സ്മരം ഗജേശ്വരം അരോഗദാമദോഷതാം സുസാഹിതീം സുപുത്രതാം സമാഹിതായുരഷ്ടഭൂതിമഭ്യുപൈതി സോചിരാത്. താങ്ക് യു. ഹാപ്പി ഗണേശ് ചതുർത്ഥി എല്ലാവർക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ എന്നുള്ള വ്യത്യാസങ്ങൾ, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ക്ഷേത്രജ്ഞൻ എന്നുള്ള നിലവാരത്തിലേക്ക്, നോവർ ഓഫ് ദ ഫീൽഡ് എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത്, അമാനിത്വം അദമ്പിത്വം തൊട്ടുള്ള 20 ഗുണങ്ങളും പറഞ്ഞിട്ട്, പിന്നെ ഈ അറിവിന്റെ അല്ലെങ്കിൽ ഈ അവസ്ഥയുടെ സൂക്ഷ്മമായ നിലവാരം ഭഗവാൻ പറയായിരുന്നു. എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സട്ടിൽ ആവണത്, എന്താണ് ഇതിന്റെ സട്ടിൽ നേച്ചർ, എന്താണ് ഈ 20 ഇതും പറഞ്ഞിട്ട്, അപ്പം ആദ്യം റിലേറ്റീവ്ലി ഗ്രോസ് ആയിട്ട് പറഞ്ഞു. സർവ്വത പാണിപാദം, എല്ലാവരുടെയും കയ്യും കാലും മുഖമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചിട്ട് പറഞ്ഞു സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളും പ്രകാശിക്കുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ കുറച്ചുകൂടെ സട്ടിലായിട്ട് പറഞ്ഞു ബഹിരന്തശ്ച ഭൂതാനാം, അകത്തും പുറത്തും ഉണ്ട്. ചരം അചരമേവച, ജീവിക്കുന്നതിലും ജീവനില്ലാത്തതിലും മൂവ് ചെയ്യുന്നതിലും മൂവ് ചെയ്യാത്തതിലും ഒക്കെ ഉണ്ട്. അവിഭക്തം ച ഭൂതേഷു വിഭക്തം ച സ്ഥിതമിവ, അൺഡിവൈഡഡ് യെറ്റ് അപ്പിയേഴ്സ് ആസ് ഡിവൈഡഡ്. ഇപ്പൊ നമുക്കറിയാം ഒരൊറ്റ കോൺഷ്യസ്നെസ് ആണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എങ്കിലും നമ്മളിൽ ഓരോരുത്തരിലും അത് വ്യത്യസ്തമായിട്ട് ഡിവൈഡഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോലെ. വേവ് ഒരു ഓഷനിൽ തന്നെയാണ് ഉള്ളതെങ്കിലും ഓരോ വേവിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഈ കോൺഷ്യസ്നെസ് ദാറ്റ് ഈസ് ഗ്ലോബൽ, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ, ഓരോരുത്തരിലും ഇൻഡിവിജ്വൽ പോലെ, വിഭക്തം പോലെ, ഡിവൈഡഡ് പോലെ ആക്ട് ചെയ്യുന്നു. ഇത് ഈ എല്ലാ ഭൂതങ്ങളെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഗ്രസിഷ്ണു പ്രഭവിഷ്ണു എല്ലാത്തിനെയും. ദിസ് കോൺഷ്യസ്നെസ് ഇസ് വാട്ട് swallows everything and projects everything. അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ കാലത്തിന്റെ അവസാനത്തിൽ, യുഗത്തിന്റെ അവസാനത്തില് when everything is taken in and recreation starts, it is this consciousness into which everything goes, and from this consciousness that everything projects out. അപ്പൊ അത് ജ്യോതിഷാമവിത ജ്യോതി തമസപരമുച്യതേ. It is a light of all lights beyond all darkness. ലൈറ്റ് എന്നുള്ളത് ഫിസിക്കൽ സെൻസിലുള്ള ലൈറ്റ് അല്ല. എന്തിന്റെ പ്രകാശത്തിലാണോ ഇതൊക്കെ കാണുന്നത് എന്ന് പറയുമ്പം എന്താണോ ഇതിനെയൊക്കെ എൻലൈവൻ ചെയ്യുന്നത്, this is the one that enlivens everything. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിശദം. അവസാനം ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റും പറഞ്ഞു നിർത്തി. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം. അറിയേണ്ടതും അറിവും എന്താണ് എന്നാണ് അർജുനൻ ചോദിച്ചത്. അറിയേണ്ടതും അറിവും അറിയപ്പെടേണ്ടതും ഒക്കെ ഇത് തന്നെയാണ്. ഇതുള്ളത് ഹൃദയത്തിലാണ്. ദിസ് ഇസ് ഇൻസൈഡ് എവ്രി വൺ. ഇതിനെ സെർച്ച് ചെയ്യേണ്ടത് പുറത്തല്ല, ആരാധനാലയങ്ങളിലോ എവിടെയെങ്കിലും മലകളിലും ആളുകളില്ലാത്ത സ്ഥലങ്ങളിലൊന്നും അല്ല ഇതിനെ അന്വേഷിക്കേണ്ടത്. ഇതിനെ അന്വേഷിക്കേണ്ടത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ്. ഹൃദി സർവസ്യ വിഷ്ഠിതം. ദിസ് ഇസ് എ സ്റ്റഡി ഓഫ് വൺ സെൽഫ്,
സ്റ്റഡി ഓഫ് യുവർ ഇന്റേണൽ സെൽഫ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ വഴി കാണിച്ചു തരാനും ഇതാണ് ഇങ്ങനെ തത്വമസി എന്ന്. ഇപ്പം തത്വമസി എന്നുള്ളത് ഒരു നിർദ്ദേശവാക്യമാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശവാക്യമാണ്. ഗുരു പറയണത് നീയാണത്. ആ തത്വമസിയിൽ നിൽക്കാൻ പാടില്ല. 4 മഹാവാക്യങ്ങളില് തത്വമസി 3-ാമതായിട്ടാണ് സ്ഥിരമായിട്ട് പറയാ. തത്വമസിയിൽ തത്വമസിയിലെ ഗുരു പറഞ്ഞു തന്നു നീ അതാണെന്ന്. അപ്പോഴും ഗുരു പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ആ തത്വമസിയിൽ നിന്ന് അഹം ബ്രഹ്മാസ്മിയിലേക്ക് എത്തണം. ഐ ആം ദാറ്റ് എന്ന് നമ്മൾ സ്വയം അറിയണം. തത്വമസി അപ്പൊ ഇതും അതുപോലെ ഹൃദി സർവസ്യ വിഷ്ടിതം എന്ന് ഗുരു പറയണതാണ്. ഹൃദയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. ആ കണ്ടെത്തലിലേക്കുള്ളതാണ് ഇനി ബേസിക്കലി ആ കണ്ടെത്തലിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് ഇനിയുള്ള ഈ ജ്ഞാനകാന്ഡം, ഭഗവത്ഗീത ജ്ഞാനകാന്ഡം എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഈ അവസാനത്തെ 6 അധ്യായം. ഇറ്റ് ഈസ് റീഇൻഫോഴ്സിങ്. ആദ്യത്തെ 2 സെക്ഷൻസ് കർമ്മകാന്ഡം കൊണ്ടും അല്ലെങ്കിൽ കർമ്മയോഗം കൊണ്ടും ഭക്തിയോഗം കൊണ്ടും ഈ പ്രോസസ്സിനെ എങ്ങനെ ഇൻവിഗറേറ്റ് ചെയ്യാം എന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. പക്ഷേ ആ പ്രോസസ്സിനെ ഇൻവിഗറേറ്റ് ചെയ്യല് ഇറ്റ് ഈസ് സ്റ്റിൽ എ പാത്ത്, ഇറ്റ്സ് നോട്ട് ആൻ എൻഡ്. ഹൗ ഡസ് ദ പാത്ത് ലീഡ് ടു ദി എൻഡ് ഗോൾ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹൃദി സർവസ്യ വിഷ്ടിതം തത്വമസി, ഭഗവത്ഗീത തത്വമസിയുടെ 3 കഷ്ണങ്ങളായിട്ട്, തത്വമസിയുടെ 6 ചാപ്റ്ററിനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുമെങ്കിലും തത്വമസിയിൽ നിന്ന് അഹം ബ്രഹ്മാസ്മിയിലേക്കുള്ള യാത്രയാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയാണ് ഇനിയുള്ള ഈ അവസാനത്തെ 6 അധ്യായം നമ്മൾ ഇതും കൂടെ പറഞ്ഞത്. അപ്പൊ ജ്യോതിഷാമപി തജ്ജ്യോതി തമസപരമുച്ചതേ ഹൃദി സർവസ്യ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഡ്വെല്ലിംഗ് ഇൻ ദി ഹാർട്ട് ഓഫ് ഓൾ. അപ്പൊ അത്രയും പറഞ്ഞിട്ട് ക്ഷേത്രത്തിനെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച് പറഞ്ഞു. ഇനി അർജുനന്റെ ചോദ്യത്തിലുണ്ടായിരുന്നു പ്രകൃതിയും പുരുഷം ജൈവ എന്നാണ് ആദ്യം പറയുന്നത്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 7-ാമത്തെ അധ്യായത്തിൽ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. 2 പ്രകൃതി പറഞ്ഞു. എനിക്ക് അപരാപ്രകൃതി ഉണ്ട്, ലോവർ ഉണ്ട്, പരാപ്രകൃതി ഉണ്ട്, ഹയർ പ്രകൃതി. അപരാപ്രകൃതിയിലാണ് ഭൂമിരാഭവൻ അലോവായു ഖം മനോബുദ്ധിരേവ അഹങ്കാര ഇതീയം ചെ ഭിന്ന പ്രകൃതി അഷ്ടത. 8 പ്രകൃതികൾ, 8 അഷ്ടാപ്രകൃതിയാണ്. അത് ലോവർ നേച്ചർ ആണ്. ആൻഡ് ദെൻ അപരേയസ്ത്വം ഇതന്യം, ഇതിന് അന്യമായിട്ട് പരാപ്രകൃതി ഉണ്ട്, ഹയ്യർ നേച്ചർ ഉണ്ട്. ഇതിൽ നിന്ന് അന്യമായിട്ട് അപരപ്രകൃതിയിൽ നിന്ന് അന്യമായിട്ട് ആ ഹയ്യർ നേച്ചറാണ് ഇതെല്ലാം നിലനിർത്തുന്നത്. ഈ പ്രകൃതി എന്നുള്ള മോഡിഫിക്കേഷൻസ് വരുന്ന സാധനങ്ങളൊക്കെ ഉള്ള പ്രകൃതി. അപ്പൊ നമ്മുടെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും അവ്യക്തവും ഒക്കെ പ്രകൃതിയാണ്. ഈ ചാപ്റ്ററിന്റെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിലും പറഞ്ഞു മഹാഭൂതാന്യഹങ്കാര അവ്യക്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത് പറഞ്ഞത്. ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര 24 അങ്ങനെ പറഞ്ഞു. 8 എക്സ്പാൻഡ് ചെയ്ത് 24 ആക്കി എന്ന് വിചാരിക്കാം. അപ്പൊ അതൊക്കെ ലോവർ പ്രകൃതിയാണ്. ആ പ്രകൃതി ഇനർട്ടാണ്, ജഡമാണ്. ആ പ്രകൃതി ഈസ് നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ് ബൈ ഇറ്റ് സെൽഫ് ഓർ കനോട്ട് ഡു എനിത്തിങ് ബൈ ഇറ്റ് സെൽഫ്. അപ്പൊ അതിനെ എൻലൈവൻ ചെയ്യാനും അതിലേക്ക് ആക്ട് ചെയ്യാനും ഒരു സാധനം വേണം. 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ മണികള് കോർത്ത മാല പോലെ ചരട് വേണം ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് ഒരുമിച്ച് നിർത്താൻ. അതാണ് അതാണ് ഹയ്യർ പരാപ്രകൃതി എന്ന് പറഞ്ഞു. ആ പരാപ്രകൃതിയെ തന്നെയാണ് ഇവിടെ പുരുഷനായിട്ട് പറയുന്നത്. ഇതി ക്ഷേത്രം തഥാജ്ഞാനം ജ്ഞേയം ചോക്ത സമാസത മദ്ഭക്ത ഏതത് വിജ്ഞായ. ഇതറിയുന്ന എന്റെ ഭക്തൻ മദ്ഭാവായോപപത്യത, എന്റെ ഭാവത്തിലേക്ക് എത്തുന്നു. അപ്പൊ അവിടുന്ന് എന്നിട്ട് പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതിയും പുരുഷം ചൈവ വിദ്ധി അനാദി ഉപാവപി. 2 അനാദിയാണ്. ഇത് 2 ആദികാലം തൊട്ടേ ഉണ്ടായിരുന്നതാണ്. ഇതിനൊന്നും ബിഗിനിങ് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. എന്ത് വികാരങ്ങളും എന്ത് മോഡിഫിക്കേഷൻസും എന്തിലുള്ള ചേഞ്ചസ്, ഇഫ് യു ഫൈൻഡ് എനിത്തിങ് ദാറ്റ് ഈസ് ചേഞ്ചിങ്, നമ്മുടെ മനസ്സായാലും ബുദ്ധി ആയാലും വികാരങ്ങളായാലും ചേഞ്ച് ചെയ്യുന്നതൊക്കെ നോ ദാറ്റ് ഇറ്റ് ഈസ് പ്രകൃതി. മാറ്റർ ആണ്. മാറ്റർ ഈസ് വൺ ദാറ്റ് ചേഞ്ചസ്. ദി സ്പിരിറ്റ് കനോട്ട് ചേഞ്ച്. സ്പിരിറ്റ് ഈസ് ചേഞ്ച്ലെസ് എന്നുള്ള ഐഡിയ ആണ് നേരത്തെ പറഞ്ഞ ഇതാണ്. ഇനിയിപ്പോ പ്രകൃതിയുടെ എന്തൊക്കെയാണ് ഗുണങ്ങള്? കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് പ്രകൃതിയാണ് കാരണം. പ്രകൃതി കൊണ്ടാണ്, മാറ്റർ കൊണ്ടാണ് കോസ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പം വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കർമ്മം കൊണ്ട് തന്നെയാണ് അതിനുള്ള ഫലം ഉണ്ടാവുന്നത്. അതിന് പരമാത്മാവിനെ പറഞ്ഞിട്ട് കാര്യമില്ല.
he has nothing to do. അടുത്ത ശ്ലോകത്തിൽ പറയും how does പരമാത്മാവ് influence all of those എന്ന് പറയും. പക്ഷെ കാര്യകാരണ കർത്തൃത്വത്തിന്റെ പ്രൊഡക്ഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്, ആൻഡ് എല്ലാം കോസ് ആൻഡ് ഇഫക്റ്റ് ആണ്. ഇഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ is nothing but cause manifesting at a later time. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒരു സീഡ് അൺമാനിഫെസ്റ്റ് ട്രീ ആണ്. ആ ട്രീ മാനിഫെസ്റ്റ് ആവുമ്പോൾ യു തിങ്ക് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ദ സീഡ്, ബട്ട് ഇറ്റ് ഈസ് ദ ഇഫക്റ്റ് ഇസ് ആക്ച്വലി അൺമാനിഫെസ്റ്റ് ഇൻ ദ കോസ് ഇറ്റ്സെൽഫ്. ആ ഒരു ഐഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ കണക്ട് ചെയ്യാൻ നമുക്ക് കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. നിങ്ങളുടെ കർമ്മത്തിലെ അതിന്റെ ഫലം ഒളിഞ്ഞു കിടപ്പുണ്ട്. കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ട് ഫലത്തിനെ കുറിച്ച് വറി ചെയ്തിട്ട് കാര്യമില്ല. കാരണം കർമ്മത്തിലെ അത് ഒളിഞ്ഞു കിടക്കേണ്ട. ഇറ്റ് വിൽ മാനിഫെസ്റ്റ് അറ്റ് എ ടൈം വെൻ ഇറ്റ് ഈസ് റെഡി ടു മാനിഫെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കർമ്മഫലത്യാഗം എന്നുള്ള ഐഡിയനെ അവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസെപ്റ്റിൽ എടുത്താൽ കൂടെ. സോ എല്ലാ ഇഫക്റ്റും ഒരു കോസ് ഉണ്ട്, ആൻഡ് ഇഫക്റ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോസ്റ്റ്. കോസ് മാനിഫെസ്റ്റ് ഇൻ എ ഡിഫറെന്റ് ഫോം. കോസ് വേറൊരു കാരണം, വേറൊരു തരത്തില് പ്രത്യക്ഷീഭവിക്കുന്നതാണ് കാര്യം. കാര്യകാരണം ഇതൊക്കെ പ്രകൃതിയുടെ തന്നെയാണ്. പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. പ്ലഷർ ആൻഡ് പെയിൻ അത് അനുഭവിക്കുന്നതിനുള്ള കാരണം പുരുഷനാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇത് വെറും ഇനർട്ടാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ മാറ്റങ്ങളെ അറിയുന്ന ഒരാൾ അതിന്റെ പുറകിൽ വേണ്ടേ, അല്ലെങ്കിൽ മാറ്റങ്ങൾ അറിയുന്ന ഒരു ചേതന അതിന്റെ പുറകിൽ വേണ്ടേ? അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ അറിയുന്ന ഒരു ചേതന അതിന്റെ പുറകിൽ വേണം എന്നുള്ളത്, അങ്ങനെ മാറ്റങ്ങൾ അറിയുന്ന ഒരു ചേതന ഇതിന്റെ പുറകിൽ വേണം എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അത് ഇസ് സെഡ് ടു ബി ദ കോസ്. പുരുഷനാണ് ഇതിന്റെ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ. സുഖദുഃഖങ്ങളുടെ കോസ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ പുരുഷനാണ്. കാരണം മാറ്ററിൽ ഇറ്റ് ഓൺലി അണ്ടർഗോസ് മോഡിഫിക്കേഷൻസ്. ചേഞ്ചുകളും വികാരങ്ങളും മാറ്ററിൽ വരും. പക്ഷെ അത് അറിയണമെങ്കിൽ അതിന് പുറകിലുള്ള ജഡമല്ലാത്ത ഒരു വസ്തു വേണം. ആ ജഡമല്ലാത്തൊരു വസ്തു കോൺഷ്യസ്നെസ് ആയതുകൊണ്ട് പുരുഷൻ ആണ് ഇതിനൊക്കെ ഹേതു എന്ന് പറയാണ്. അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ തീർക്കാനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗുരുദേവിന്റെ ഒരു ഇത് വായിച്ചത്. സോ സ്പിരിറ്റ്, പുരുഷൻ ഇസ് ഇറ്റേണലി ജോയസ്, ഇറ്റേണലി ഇൻഫൈനൈറ്റ്. പക്ഷേ വെൻ ഇറ്റ് ഐഡന്റിഫൈസ് വിത്ത് ദ ഫീൽഡ്, ക്ഷേത്രമായിട്ട് ഈ ജഡത്തിനെ എൻലൈവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ജഡമായ അല്ലെങ്കിൽ ഈ മാറ്ററായ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന മോഡിഫിക്കേഷൻസിൽ, കാരണം മോഡിഫിക്കേഷൻസ് മുഴുവൻ ജഡത്തിന്റെയാണ്, പക്ഷേ ദി സ്പിരിറ്റ് അറ്റാച്ചസ് ടു ഇറ്റ്. അതിനെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഓർ ഈ ജീവാത്മാവിന്റെ വാട്ട് എവർ ഓസിലേഷൻസ് ജീവാത്മാ അണ്ടർഗോസ്. അപ്പൊ അതിനെയാണ്, ആ ഒരു ഡിഫറൻസിയേഷന് വേണ്ടിയാണ് ഇഗ്നറൻസ് അല്ലെങ്കിൽ ഈ വികാരങ്ങൾ ഉണ്ടാവുന്ന സാധനത്തിലുള്ള സുഖദുഃഖങ്ങളുമായിട്ട് പരമമായ കോൺഷ്യസ്നസ് വിച്ച് ഇസ് ഇൻഫൈനൈറ്റ് ബൈ ഇറ്റ്സെൽഫ്, വെൻ ഇറ്റ് അറ്റാച്ചസ്, അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. പക്ഷെ പുരുഷൻ ഹു ഗെറ്റ്സ് ഐഡന്റിഫൈഡ് വിത്ത് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ക്ഷേത്ര. അപ്പൊ അത് ദി നോളജ്, ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്, നമ്മൾ ഇതുവരെയാണ് നമ്മൾ കണ്ടത്. ഇവിടുന്ന് ഭഗവാൻ പറയാൻ പോകുന്നത് നോളജ്. ഇതിൽ പറഞ്ഞു പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. പ്രകൃതിജന്യമായ ഗുണങ്ങള്, പ്രകൃതിജന്യമായ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നു ഈ പുരുഷൻ. വെറുതെ എൻലൈവൻ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇതൊക്കെ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ദിസ് കോൺഷ്യസ്നസ്. അപ്പൊ ഇതിനെ ഒരു ഹയർ പുരുഷ, ലോവർ പുരുഷ എന്ന് പറയാം. ലോവർ പുരുഷ is ക്ഷേത്രജ്ഞൻ, ഹയർ പുരുഷ is that consciousness that doesn't get affected. ലോവർ പ്രകൃതി, ഹയർ പ്രകൃതി എന്ന് നേരത്തെ പറഞ്ഞ പോലെ ലോവർ പുരുഷ, ഹയർ പുരുഷ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഒരു ആർഗ്യുമെന്റ്സേക്കിന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സോ അപ്പൊ എന്താ വേണ്ടത്? ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രജ്ഞനെ ഡിറ്റാച്ച്ഡ് ആക്കണം. നമുക്ക് വേണ്ടത് ഈ ഫീൽഡിനെ എൻലൈവൻ ചെയ്യുന്ന ക്ഷേത്രജ്ഞനാണ്.
പക്ഷേ ഈ ക്ഷേത്രജ്ഞൻ ഈ സുഖദുഃഖങ്ങളിലൊക്കെ പെട്ട് സംസാരിയാവുന്നതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ജന്മത്തിനുള്ള കാരണം, തിരിച്ചു വരുന്നതിനുള്ള കാരണം. ബിക്കോസ് വാസനാസ് ഇങ്ങനെയാണ് ക്രിയേറ്റഡ് ആവുന്നത്. എന്താണ് ഇനി ദ ക്വസ്റ്റൻ ഇസ് ask what is that saving knowledge, what helps the kshetrajna, provided നേരത്തെ പറഞ്ഞ 20 ക്വാളിറ്റീസ് അമാനിത്വം, അദംബിത്വം, അഹിംസ, ശാന്തി, ആർജവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ആളില് ഇനിയുള്ള that saving knowledge that helps him overcome this attachment with the field and goes over and beyond. ആ ജ്ഞാനം എന്താണ് എന്നാണ്. സോ എലവേറ്റിംഗ്, ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ പല പല ലെവലില് എലവേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. അപ്പൊ നമുക്ക് അടുത്ത ഇത് നോക്കാം. 23-ാമത്തെ ശ്ലോകം. ആദ്യത്തെ ശ്ലോകം ഉള്ള പുസ്തകമാണെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ 22-ാമത്തെ ശ്ലോകമായിരിക്കും. ഉപദൃഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തം ദേഹേസ്മിൻ പുരുഷപരഃ. ദേഹേസ്മിൻ പുരുഷപര. ദേഹേസ്മിൻ ഈ ദേഹത്തിലിരിക്കുന്ന പുരുഷൻ, ഈ ദേഹത്തിലിരിക്കുന്നവൻ, അസ്മിൻ ദേഹേ ഈ ദേഹത്തിലിരിക്കുന്നവനാണെങ്കിലും പുരുഷപര പരമമായ പുരുഷൻ എന്താണ്? ഉപദൃഷ്ട, എല്ലാത്തിനെയും കാണുന്നവനാണ്. ഉപദൃഷ്ട എല്ലാം കാണുന്ന, ദൃഷ്ട ദൃഷ്ടി കാണുക, ഉപദൃഷ്ട മാറിയിരുന്ന് കാണുക. ഉപദൃഷ്ടാവാണ്. സമീപത്ത് നിന്ന്, ഉപ അടുത്തിരുന്ന് മാറിയിരുന്ന് വീക്ഷിക്കുക. ഉപ അടുത്ത്, നീ താഴെ, സത് ട്രൂത്ത്. അപ്പൊ അതിനുള്ള ഉപനിഷത്ത് ഉപാധിച്ച അടുത്ത് തന്നെ, അടുത്തിരുന്ന് പക്ഷെ മാറി, ഡിറ്റാച്ച്ഡ് ആയിട്ട് എല്ലാത്തിനെയും വീക്ഷിക്കുന്നവനാണ് ഉപദൃഷ്ട. അനുമന്ത, അനുമതി കൊടുക്കുന്നവനാണ്. അനുമതി കൊടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ പെർമിഷൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന പോലെ അനുമതി കൊടുക്കും. ഉപദൃഷ്ട അനുമന്താച്ച ഭർത്ത ഭോക്ത. ഭർത്ത സപ്പോർട്ട് ചെയ്യുക, നറിഷ് ചെയ്യുക, ഭോക്ത എൻജോയ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന മഹേശ്വരൻ. അപ്പൊ ഈ 4 ഡിഫറെന്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ? പുരുഷൻ, പരമമായ പുരുഷൻ എന്താണ്? അൾട്ടിമേറ്റ് പുരുഷൻ എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഹയർ നോവർ ഫീൽഡ് ഓർ നോവർ ഓഫ് ദ ഫീൽഡ്. അപ്പം ക്ഷേത്രജ്ഞനെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷൻ ഇസ് ക്ഷേത്രജ്ഞൻ വിത്തൗട്ട് ദാറ്റ് അറ്റാച്ച്മെന്റ്സ്. പക്ഷെ ഇപ്പൊ അറ്റാച്ച്മെന്റ്സ് ഉള്ളത് കൊണ്ട് അതെന്താണ് എന്ന് പറയണം. സോ നേരത്തെ പറഞ്ഞ 2 പുരുഷനുണ്ട്, ലോവർ പുരുഷനും ഹയർ പുരുഷനും. ഇവിടെ 2 എണ്ണത്തിലും അത് പറയുന്നുണ്ട്. അപ്പം പ്രകൃതി, മാറ്റർ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് അതിലെല്ലാ സുഖദുഃഖങ്ങളും അനുഭവിക്കുന്ന ഒരു പുരുഷൻ ആണെങ്കിൽ ആ പുരുഷൻ ജസ്റ്റ് ഉപദൃഷ്ടാവ് ആൻഡ് അനുമന്താവ് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാണ്? ചിലപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. അഗെയിൻ ഓൾ എക്സാമ്പിൾസ് ആർ ബാഡ് എക്സാമ്പിൾസ്. പക്ഷെ നമുക്ക് ഇതാണെങ്കിൽ ഒരു ക്രിമിനൽ ഒരാളെ തല്ലുക, അടിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഇയാളും പരമാത്മാവിന്റെ രൂപമാണെങ്കിൽ എങ്ങനെ അയാൾ അത് ചെയ്യുക? ഇയാൾ എല്ലാം ഒരേ പരമാത്മാവിന്റെ രൂപമാണെങ്കിൽ അയാൾ എങ്ങനെയാ ചെയ്യുക? ഇല്ല, അങ്ങനെയുള്ള ആൾക്ക് താമസിക വാസനകളാണ്, അതുകൊണ്ടാണ് അയാൾക്ക് അത് ചെയ്യേണ്ടി വരുന്നത്. അയാളുടെ വാസനകൾ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള ആളില് ഈശ്വര ചൈതന്യം ഇല്ലാന്നുണ്ടോ? ഇല്ല. ഈശ്വര ചൈതന്യം ഇല്ലാന്നുണ്ടെങ്കിൽ അയാള് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാസനാസ് ആർ പ്രോംപ്റ്റിംഗ് ഹിം ടു ഡു ഇറ്റ്. അവിടെ പുരുഷൻ ഈസ് ജസ്റ്റ് എൻ ഉപദൃഷ്ട, ഹീസ് ജസ്റ്റ് എ വാച്ചർ. ഇതിനൊന്നും ഇടപെടാതെ ഹീസ് ജസ്റ്റ് എ വാച്ചർ. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യതേ. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ കുറെ കാലമായിട്ട് ആ സീഡ് കിടക്കുന്നുണ്ടാവും. അത് പ്രകൃതികാരനാണ്, അതിൽ പുരുഷന് ഒരു പങ്കുമില്ല. അവിടെ പുരുഷൻ നോക്കി നിൽക്കുകയുള്ളൂ, ഉപദൃഷ്ട. സോ അങ്ങനെ നമുക്ക് എടുക്കാം. സോ ഇറ്റ്സ് എ ലോവർ പുരുഷ, വെറും ഉപദൃഷ്ടാവാണ്. കാര്യവും കാരണവും പ്രകൃതിയുടെയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഈസ് ബിക്കോസ് ഓഫ് പ്രകൃതി. അതിൽ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരമാത്മാവിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അത് ആ വാസന സൈക്കിളിൽ നിന്ന് പുറത്തു വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ഉള്ള വാസനകളെ ചെയ്യാതെ നിവൃത്തിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതല്ലെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദിസ് പുരുഷൻ ആസ് ജസ്റ്റ് ഉപദൃഷ്ട.
അല്ലാതെ ഇത് ഭഗവാൻ ചെയ്യിപ്പിച്ചു എന്നെ കൊണ്ട്, ഒരാളെ അടിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ട് എൻ്റെ ഉള്ളിലെ ചൈതന്യം ചെയ്യിപ്പിച്ചതാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവിടെ ചൈതന്യത്തിന് ഒന്നും ചെയ്യാനില്ല. ഇറ്റ്സ് ഓൺലി എൻ ഉപദിഷ്ട. ബിക്കോസ് കാര്യകാരണ കർത്തൃത്വേ ഹേതു നിന്റെ പ്രകൃതിയാണ്, നിന്റെ ലോവർ നേച്ചറാണ്, നിന്റെ വാസന മഹാഭൂതാന്യഹങ്കാര ബുദ്ധിർ അവ്യക്തമേവച, അതൊക്കെ തന്നെയാണ് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ദാറ്റ് ഈസ് ദ സൈക്കിൾ ഓഫ് ലൈഫ്. യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. അപ്പൊ അതിനെ നമ്മൾ ഉപദൃഷ്ടാവ് എന്ന് പറയുന്നു. ഇനി പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാനൊരു ചാരിറ്റി ചെയ്യുന്നു, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ആൾക്കാരെ സഹായിക്കുന്നു, യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ പുരുഷൻ ഈസ് എൻ അനുബന്ധ, നിനക്ക് ചെയ്യാനുള്ള അനുമതി തരുന്ന ആളാണ്. റൈറ്റ്? നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ കൊണ്ട് ഇത് ശരിയാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് അതിന് അനുമതി ചെയ്യുന്ന ആളായിട്ട് പരമപുരുഷനെ കരുതുക. അങ്ങനെയുള്ള അവസ്ഥയിൽ ഉപദൃഷ്ട, അനുബന്ധ. ഇനി ഭർത്ത, സപ്പോർട്ട് ചെയ്യുന്നത്. When you understand that I am the self, ഇത് ഞാനാണ്, എന്നിൽ തന്നെയാണ് എല്ലാം ഉള്ളത് എന്നുള്ള ഒരു ബോധ്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയ, സറണ്ടറോടെ, ഭക്തി ഒക്കെ ഇതൊക്കെ ഭഗവാന്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുകയാണെങ്കിൽ then പുരുഷ ഈസ് എ സപ്പോർട്ടർ ഫോർ ദീസ് ആക്ഷൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഭർത്ത ഫുൾഫിൽ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഈശ്വരനെ എല്ലാം ഈശ്വരനിൽ സറണ്ടർ ചെയ്ത് അവനവന് ചെയ്യാനുള്ളത് നന്നായി ചെയ്ത് ആ കർമ്മത്തിനെ മുഴുവൻ ഈശ്വരനിൽ സറണ്ടർ ചെയ്താൽ ആ കർമ്മത്തിന്റെയും അതിന്റെ ഫലത്തിനെയും സപ്പോർട്ടറായിട്ട് നിങ്ങൾക്ക് ഈശ്വരനെ കരുതാം. ഇതൊക്കെ നമ്മുടെ മെന്റൽ ആട്രിബ്യൂട്ട്സ് ആട്ടോ. അവിടെ ശരിക്കുള്ള ആൾ ഇതൊന്നും ടച്ച് ചെയ്യണില്ല. ഇതൊക്കെ ബിക്കോസ് ഓഫ് ദ മോഡിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ സംസാരത്തില് ക്ഷേത്രമായിട്ട് ക്ഷേത്രജ്ഞന്റെ ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവരുന്ന ദുഃഖങ്ങളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. സോ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ ബോഡി ഓർ വിത്ത് ദ ഫീൽ. ബോഡി എന്ന് ശരിക്കും പറയുന്നത് ശരിയല്ല. ബോഡി ബാക്കി 24 സാധനങ്ങൾ നമുക്ക് അറിയുന്നതൊക്കെ ലോവർ തന്നെയാണ്. ഐഡന്റിഫിക്കേഷൻ വിത്ത് ദാറ്റ്, ആ ഹയറിന്റെ ഐഡന്റിഫിക്കേഷൻ വിത്ത് ദാറ്റ് ആണ് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഐഡന്റിഫിക്കേഷൻ മാറ്റണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയൊക്കെ വരാം? ഉപദൃഷ്ടാവായിട്ട് വരാം, അനുമന്താവായിട്ട് വരാം. ആ ഉപദൃഷ്ടാവുന്നത് ഐഡന്റിഫിക്കേഷൻ ഇസ് നോട്ട് ഗുഡ് ബിക്കോസ് നിങ്ങൾ വാസനാസിനെ ഓവർകം ചെയ്തിട്ടില്ല. അനുമന്താവ് സ്റ്റിൽ വാസനാസിനെ ഓവർകം ചെയ്തിട്ടില്ല, പക്ഷെ നല്ലത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്, തമസിൽ നിന്ന് ഉയരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഭർത്ത, നിങ്ങൾ സറണ്ടർ എന്നുള്ള ഭാവം നിങ്ങൾക്ക് വന്നു. ഭർത്ത അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ യു ക്യാൻ തിങ്ക് ഓഫ് ദിസ് ക്ഷേത്രജ്ഞ ഓർ പുരുഷ ആസ് എ സപ്പോർട്ടർ. ഭോക്ത, മഹേശ്വരൻ എപ്പോ ഭോക്താവും? ഇത് നിങ്ങൾ പൂർണ്ണ യോഗയുക്തന്റെ സ്റ്റേറ്റിലെത്തുമ്പോൾ, സ്ഥിതപ്രജ്ഞനും യോഗയുക്തനും ആവുമ്പോ പരമാത്മാവ് തന്നെയാണ് ഇത് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങള് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഞാൻ തത്വമസി എന്ന് ഞാൻ തന്നെയാണ് അത് എന്നുള്ള, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങളുടെ എൻജോയ്മെന്റ് ഒക്കെ പരമാത്മാവിന്റെ എൻജോയ്മെന്റ് ആണ്. അപ്പോ ആ സമയത്ത് ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എന്നുള്ള ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല. ഹൂവർ ഈസ് എൻജോയിങ് ഈസ് ദി അൾട്ടിമേറ്റ് ദാറ്റ് ഈസ് എൻജോയിങ്. ചെയ്യുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം, സന്തോഷിക്കുന്നതെല്ലാം പരമഹേശ്വരനാണ് എന്നുള്ള ചിന്ത. അപ്പൊ ആ ഒരു ലെവലിലേക്ക്, ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തും. സോ ഈ 4 ഓപ്ഷൻസും നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഈ ക്ഷേത്രജ്ഞൻ എന്നുള്ളത് അറിഞ്ഞതിലൂടെ, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതിലൂടെ, which is nothing but the bandham between prakriti and purusha. ഇത് അറിഞ്ഞതിലൂടെ now you have 4 options. You can treat പരമാത്മാവ് കൺവീനിയൻസ് പോലെ, എനിക്ക് എൻ്റെ വാസനാസ് എന്നെ ഡ്രൈവ് ചെയ്യും, അത് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് യു ക്യാൻ റൺ യുവർ ലൈഫ്. അപ്പൊ പരമാത്മാവുണ്ട്, ചൈതന്യം എവിടെയും പോയിട്ടില്ല. നിങ്ങൾ ജീവിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ ചൈതന്യം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ ചൈതന്യം ഇസ് ജസ്റ്റ് എ വാച്ചർ. ഇറ്റ് ഇസ് നോട്ട് ഈവൻ യു കെ. എപ്പോഴും ചൈതന്യം വാച്ചർ തന്നെയാണ്. പക്ഷെ ഈ സിറ്റുവേഷനിൽ യു കൻ നോട്ട് ഡിറൈവ് എനി എനർജി ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുമതി തരുന്ന ഒരാളായിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അനുമതി തരുന്ന ഒരാളായിട്ട്. ഇനിയിപ്പോ ശരിക്കും നല്ലത് ചീത്ത എന്നൊക്കെ റിലേറ്റീവ് ആണ്. അത് നമ്മൾ ആലോചിക്കണം. ഒരു ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. നല്ലത് ചീത്ത ഒക്കെ റിലേറ്റീവ് ആണ്, റൈറ്റ്? എനിക്ക് നല്ലത്, എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്, റൈറ്റ്?
പോയിട്ട് ഒരു മൃഗത്തിനെ പിടിച്ചു കൊല്ലുന്നത് മേ ബി നോട്ട് നല്ലത് ഫോർ മീ. പക്ഷേ ഒരു ബുച്ചറിന്റെ കർമ്മത്തില് ദാറ്റ് ഈസ് വാട്ട് ഹിസ് കർമ്മ ഈസ്. ഇപ്പൊ നല്ലത് ചീത്ത എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓൾ റിലേറ്റീവ്. ബട്ട് അഗൈൻ ട്രൈങ് ടു മേക്ക് സെൻസ് ഓഫ് സംതിങ് ദാറ്റ് കനോട്ട് ബി മെയ്ഡ് സെൻസ് ഔട്ട് ഓഫ്. ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇതിനെക്കുറിച്ച് കുറച്ച് അറിവൊക്കെ വന്നു. കോൺഷ്യസ് ആയിട്ട് അയ്യോ അത് ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു കുറ്റബോധം വന്നു. നാം വിവേകം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരാൾക്ക് നല്ല കാര്യം. പുരുഷന് അനുബന്ധ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ഈസ് സപ്പോർട്ടിങ്, പുരുഷൻ ഈസ് സപ്പോർട്ടിങ് എവറിത്തിങ്. ഇനി യോഗാരൂഢനായി ഇതൊക്കെ എന്നിലൂടെ, കർമ്മങ്ങളൊക്കെ എന്നിലൂടെ ഒഴുകുന്നു, ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്നുള്ള യോഗാരൂഢനായ യോഗ അവസ്ഥയിലുള്ള അറിവ്, അതായത് ഫ്ലീറ്റിംഗ് നോളജ് അല്ല, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യോഗ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, സ്ഥിതപ്രജ്ഞനായി ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്നതും ഇത് എൻജോയ് ചെയ്യുന്നതും മഹേശ്വരൻ തന്നെയാണ്. ഇപ്പൊ എല്ലാ മഹേശ്വരന് നമ്മുടെ റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് 4 ഭഗവാൻ പറഞ്ഞു തരികയാണ്. ഇതൊക്കെ ആവാം. മഹേശ്വരന് ശരിക്കും ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, ബട്ട് യു ക്യാൻ തിങ്ക് ഓഫ് ഹിം ആസ് ദാറ്റ്. യു ക്യാൻ എലവേറ്റ് ഹിം അറ്റ് ഡിഫറെന്റ് ലെവൽസ് സോ ദാറ്റ് യു ഓൾസോ എലവേറ്റ് വിത്ത് ഇറ്റ്. ഇനി ഇയാൾ എങ്ങനെ ലൈഫിൽ റിയാക്ട് ചെയ്യും, അതാണ് അടുത്തത്. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവദാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. ഇങ്ങനെ ഇങ്ങനെ വേത്തി അറിയുന്നത് എന്തിനെ? പുരുഷനെയും പ്രകൃതിയെയും. എങ്ങനെ? ഗുണയിച്ച സഹ ഗുണങ്ങളോടുകൂടി അറിയുന്നത്. ആലോചിക്കണേ, പുരുഷന് ഗുണങ്ങളൊന്നുമില്ല. യു ഷുഡ് നോ, പുരുഷന് ഗുണങ്ങളൊന്നുമില്ല, ആട്രിബ്യൂട്ട് ലെസ് ആണ്. പക്ഷേ ക്ഷേത്രത്തോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ചേരുമ്പോൾ ഗുണങ്ങൾ ഉള്ള പോലെ ആയി അഭിനയിച്ചിട്ട്, അല്ലെങ്കിൽ ഗുണങ്ങൾ ഉള്ള പോലെ എന്ന് സ്വയം വിചാരിച്ചിട്ടാണ് ഈ സാധനം സംസാരി ആവുന്നത്. എല്ലാ സുഖദുഃഖങ്ങളും നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ പോലെ പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ. പുരുഷൻ പ്രകൃതിയോട് ചേർന്നിട്ട് ഭുങ്ക്തേ അനുഭവിക്കുന്നു പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതിജന്യമായ ഗുണങ്ങളൊക്കെ. എന്താ പ്രകൃതിജന്യമായ ഗുണം? വളരെ എളുപ്പത്തിൽ പറഞ്ഞ പ്രകൃതിജന്യമായ ഗുണങ്ങൾ 2 ഉള്ളൂ, സുഖവും ദുഃഖവും. റൈറ്റ്? പ്രകൃതി 2 നമുക്ക് തരുള്ളൂ. ഏതെങ്കിലും ഈസ് ദർ എ ന്യൂട്രൽ സ്റ്റേറ്റ്? നമ്മുടെ ജനറൽ ലൈഫിൽ ഞാൻ ഭയങ്കര ബാലൻസ്ഡ് ആണ്, നമ്മൾ ഈ ന്യൂട്രൽ ആണ് എന്ന് പറയുമ്പോൾ ദുഃഖമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ന്യൂട്രൽ എന്ന് പറയുന്നത്. അതന്നെയാണ് നമ്മുടെ സുഖം. റൈറ്റ്? നമുക്കൊരു ന്യൂട്രൽ അവസ്ഥയൊന്നും ഇല്ല, നമ്മൾക്ക് സുഖവും ദുഃഖമേ ഉള്ളൂ. റിലേറ്റീവ് സുഖങ്ങളും ദുഃഖങ്ങളും മാറിക്കൊണ്ടിരിക്കും. നന്നായിട്ട് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ദുഃഖം, വിശപ്പിന്റെ ദുഃഖം. നല്ലോണം ആഹാരം കഴിച്ചിരുന്നപ്പോൾ വിശപ്പിന്റെ ആ ദുഃഖം മാറി, പക്ഷെ നിങ്ങളുടെ മനസ്സ് ഉടനെ പോയിട്ട് വേറൊരു ദുഃഖത്തിനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വല്ലാതെ വിശന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ല, ആ വിശപ്പ് മുഴുവൻ കഴിഞ്ഞ് മാറി, അയ്യോ എനിക്ക് നാളേക്കുള്ള ജോലി ചെയ്തിട്ടില്ല, അതിന് ഫിനിഷ് ചെയ്യുക, ആ ദുഃഖം വന്നു. സോ നമ്മൾ ഈ സുഖവും ദുഃഖമേ ഉള്ളൂ, അതും റിലേറ്റീവ് ആണ്. ഇപ്പൊ എന്റെ സുഖദുഃഖം ഓസിലേഷൻ സൈൻ വേവ് ഹാസ് എ ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ദാൻ മറ്റൊരാളുടെ സുഖദുഃഖ ഓസിലേഷൻ സൈൻ വേവ്. ഭഗവാൻ പറയുന്നത് ആ സുഖദുഃഖ ഓസിലേഷൻ സൈൻ വേവിനെ വേവ്ലെസ്, ഫ്ലാറ്റ് ആയിട്ട് സിഗ്നൽലെസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് നമ്മുടെ. പക്ഷെ ആവറേജ് എന്താണ്? ഹൗ ആർ യു? ഐ എം ഹാപ്പി. എങ്ങനെ ഹാപ്പി? യുവർ സങ്കടം ആൻഡ് യുവർ സന്തോഷം, ബിക്കോസ് യുവർ മൈൻഡ് സ്റ്റാർട്ട്സ് ടു ഇവാലുവേറ്റ് ഈ 2 സങ്കടമുള്ള സമയം, ദുഃഖമുള്ള സമയം, സന്തോഷമുള്ള സമയത്തിനെ ക്യാൻസൽ ചെയ്യുന്നു. അതാണ് നമ്മുടെ സുഖം ഇപ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം ഇപ്പോ. ദാറ്റ് ഈസ് നോട്ട് ദ ഇക്വിലിബ്രിയം ദാറ്റ് യു വാണ്ട്. നമ്മളെപ്പോഴും പറയില്ലേ, ആവറേജസ് ഡസന്റ് ടെൽ യു ദ സ്റ്റോറി, റൈറ്റ്? ഇപ്പം 2 കാര്യങ്ങൾ ഓൺ എ ഹോൾ. ഇപ്പം ഒരു 50 പേര് ഇരിക്കുന്നുണ്ട്. ഇവരുടെ ആവറേജ് ഹൈറ്റ്, ഈ 50 പേരുടെ ആവറേജ് ഹൈറ്റ് 5.5 അടിയാണ്. ഡസന്റ് ടെൽ യു എനിത്തിങ് അബൌട്ട് എനി വൺ പേഴ്സൺ, റൈറ്റ്? വെറുതെ ഒരു ആവറേജ് 5.5 അടികൾ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ അവിടെ. എല്ലാവരും 6 അടിയും 5 അടിയും ആയിരിക്കും. പക്ഷേ യു ക്യാൻ സേ ആവറേജ് 5 അടി. നമ്മളത് മാതിരിയാണ്. ഐ ആം ഹാപ്പി. ഹാപ്പി അല്ല ഉണ്ടാവുന്നത്, സുഖം ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദുഃഖം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വരുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതൊക്കെ പ്രകൃതിയാണ്. കാര്യകാരണ കർത്തൃത്വ ഹേതു പ്രകൃതി ഉച്ചരെ. ഇവിടെ പറഞ്ഞു പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ. പ്രകൃതിജന്യമായ ഗുണങ്ങൾ കൊണ്ട് പുരുഷൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയാണ്, ഈ സംസാരത്തിൽ പെട്ടുപോയിരിക്കുകയാണ്.
അങ്ങനെയുള്ള പുരുഷൻ യ ഏവം വേത്തി പുരുഷ, ഇതാണ് പ്രകൃതി, ഇതാണ് പുരുഷൻ, ഇതാണ് ഡിഫറൻസ്. പ്രകൃതി പുരുഷനോടുകൂടി ഗുണങ്ങളോടുകൂടി ഉള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പുരുഷനെയും പ്രകൃതിയെയും ഈ ഗുണങ്ങൾ, സുഖദുഃഖങ്ങളായ ഗുണങ്ങളോടുകൂടെ ചേർത്ത് അറിയുമ്പോ സർവദാ വർത്തമാനോപി, സർവദാ എങ്ങനെയല്ല, സർവദാ വർത്തമാനോപി, പ്രസന്റിൽ അവൻ എങ്ങനെയൊക്കെ ഇരുന്നാലും, സർവദാ ഏതൊക്കെ സ്റ്റേറ്റിലാണെങ്കിലും, ഇൻ വാട്ട് എവർ കണ്ടീഷൻ ഹി മേ ബി, സർവദാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ, വീണ്ടും ജനിക്കുന്നില്ല, പിന്നെ ജന്മം എടുക്കുന്നില്ല. പിന്നെ ജന്മം എടുക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ജന്മം എടുക്കുന്നില്ല എന്ന് പറയുന്നത് ജനിക്കുകയേ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഓസിലേഷൻസ് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം എന്നുള്ളത് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ഗെറ്റ് അറ്റാച്ച്ഡ് ടു. വാസനകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരാം, വരാതിരിക്കാം. പക്ഷേ ഈ അറിവ് എന്ന് പറയുന്നത് അറിവ് അനുഭവമാവണേ, വെറുതെ അറിഞ്ഞ് നമുക്കും അറിയാം ഇത്. അത് കാരണം ഞാൻ ജനിക്കില്ല കേട്ടോ, ഞാൻ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ടുണ്ട്, അതിൽ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായിട്ടുമുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ജന്മമില്ല എന്നല്ല. അത് മനസ്സിലായിട്ട് കാര്യമില്ല, മനസ്സിലായ അടുത്ത ഇനി മനസ്സിലായത് കൊണ്ട് വന്ന് പറഞ്ഞു കൊടുക്കാൻ ഇനിയും വന്നുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് ചിലവ് കൊണ്ടുവന്നേക്കാം. പക്ഷെ ആ അറിവ് അനുഭവമായി കഴിഞ്ഞാൽ ഹി ഈസ് നോട്ട് ബോൺ അഗെയിൻ. കാരണം ഇതൊക്കെ ജീവാത്മാവിന്റെ ഓസിലേഷൻസ് ആണ്. ഇങ്ങനെ ജീവാത്മാവ് എന്നുള്ളത് ഇറ്റ്സ് ഓൺലി because of the ultimate light of പരമാത്മാവ്. ഇത് is only a matter modification എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഇതിനെ എൻലൈവൻ ചെയ്യുന്ന ആ ട്രൂത്തും is conditioned by ഈ സാധനങ്ങൾ and goes through the cycle. Now I have to stay away. അതിനാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ 4 പറഞ്ഞത്. ഉപദൃഷ്ട, അനുബന്ധ, ഭർത്ത, ഭോക്ത. ഉപദൃഷ്ടാവിൽ നിന്ന് ഭോക്താവിലേക്ക് മഹേശ്വരനെ കൊണ്ടുവന്നാൽ, അതായത് ഇതെല്ലാം ഈശ്വരന് വേണ്ടി, ഇതെല്ലാം ഈശ്വരനാൽ, ഇതെല്ലാം ഈശ്വരനിൽ കൂടെ എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജന്മം എടുത്താൽ എന്ത്, എടുത്തില്ലെങ്കിൽ എന്ത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൾ ദ ടൈം. അത് കുറച്ച് അതാണ്, ദാറ്റ് ഈസ് ദി ഐഡിയ. വാട്ട് എവർ ബി ഹിസ് കോണ്ടക്ട്, ഹി ഈസ് നോട്ട് ബോൺ അഗൈൻ. അപ്പൊ ഇവിടെ ഇത്രേ പറഞ്ഞുള്ളൂ പ്രകൃതിയും പുരുഷനെയും കുറിച്ച്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അർജുനൻ ചോദിച്ചു പ്രകൃതിയും പുരുഷനും എന്താണ്, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്താണ്, ജ്ഞാനം ജ്ഞേയം എന്താണ്. ഇതായിരുന്നു 3 സെറ്റ്സ് ഓഫ് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ. പ്രകൃതിയും പുരുഷനും എന്താണ്, ജ്ഞാനം ജ്ഞേയം എന്താണ്, ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്താണ്. ഭഗവാൻ വളരെ മനോഹരമായിട്ട് ക്ഷേത്രം ക്ഷേത്രജ്ഞനെ കുറിച്ച് പറഞ്ഞു. കാരണം അത് പറയുകയാണെങ്കിൽ എളുപ്പത്തില് എന്താണ് equipments and what enlivens the equipments and what makes you know what the equipments are എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പൊ അതിനു വേണ്ടി എലാബറേറ്റഡ് അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, പ്രകൃതി is the ക്ഷേത്രം, പുരുഷൻ is the ക്ഷേത്രജ്ഞൻ. The problem is ക്ഷേത്രജ്ഞനായ പുരുഷൻ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വികാരങ്ങളെയൊക്കെ സ്വന്തമാണെന്ന് ധരിച്ച് സംസാരിയാവുന്നു, ഗെറ്റ്സ് ഇൻവോൾവ് ഇൻ ഓൾ ഓഫ് ദോസ്. പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ സഹിക്കുന്നു. അതാണ് ക്ഷേത്രജ്ഞനായ പുരുഷൻ. യഥാർത്ഥ പുരുഷൻ ഈസ് അപ്പാർട്ട് ഫ്രം ദ ക്ഷേത്രജ്ഞൻ. ഫണ്ടമെന്റലി ഡിഫറൻസ് ഇല്ല, പക്ഷേ നോട്ട് അറ്റാച്ച് ടു ദി ക്ഷേത്രം. ക്ഷേത്രത്തിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെയാണ് യഥാർത്ഥ പുരുഷൻ. അപ്പൊ അതാണ് ആ അറിവാണ് വേണ്ടത്. എന്താണ്, ഞാൻ ഇങ്ങനെ എൻ്റെ പ്രകൃതിയായിട്ട്, എൻ്റെ മാറ്റർ എക്വിപ്മെന്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് പലതും, ഫോർ എക്സാമ്പിൾ എനിക്ക് ശരീരത്തിനൊരു അസുഖം വരുന്നു, ഉടനെ ഞാൻ ദുഃഖിക്കുന്നു, എനിക്ക് ഈ ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ലാതെ ആവുന്നു, കാരണം എൻ്റെ ശരീരത്തിനൊരു ദുഃഖം വന്നു. എന്തുകൊണ്ട്? എന്നെ എൻലൈവൻ ചെയ്യുന്ന ചൈതന്യം, ഇതൊക്കെ ചെയ്യുന്ന ചൈതന്യം ഈസ് നൗ ടെല്ലിങ് യു ആർ എൻ അസുഖക്കാരൻ. But if you start to separate it and say matter equipments will undergo change, the ultimate is an unchanging thing, കൂടസ്ഥമാണ്, അചലമാണ്, ധ്രുവമാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ you should be able to look at these two things differently. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പറയുന്നത്. ധ്യാനേന ആത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാം അന്യേ സാഖ്യേന യോഗേന കർമ്മ. അഗെയിൻ ഇവിടെ അടുത്ത ശ്ലോകം വരുമ്പോൾ ഭഗവത്ഗീതയുടെ സൈക്കിൾ ആവുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ഈസ് ടേക്കിംഗ് യു ബാക്ക് ടു ചാപ്റ്റർ 6 and 3. അവിടെയൊക്കെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോഴാ ഉപയോഗിക്കാനുള്ളതാണ്.
അതൊക്കെ ഉപയോഗിച്ചാണ് നീ ഇവിടെ എത്തിയത് എങ്കിൽ you would understand what that is. ഇല്ലെങ്കിലും you can still go back to chapter 3 and chapter 6. കാരണം ജ്ഞാനയോഗം എന്ന് പറയുന്നത് is not a stand alone thing. ജ്ഞാനം എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് ചെയ്യാനുള്ളതല്ല. അതിൽ കർമ്മവും ഭക്തിയും ഒക്കെ അതിലും ധ്യാനവും ഒക്കെ അതിലും ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അടുത്ത ശ്ലോകങ്ങൾ മുഴുവൻ ചെയ്യും. നമുക്കത് എന്തായാലും സമയമായി, നമുക്കത് നാളെ ചെയ്യാം. അടുത്ത 2-3 ശ്ലോകങ്ങൾ is actually ഈ നോളജിലേക്ക് പല പല പാത്തുകളുണ്ട്. ധ്യാനത്തിന്റെ വഴിയുണ്ട്, കർമ്മയോഗത്തിന്റെ വഴിയുണ്ട്. ഏതാണ് ശ്രേയസ്കരമായ വഴി, ഏത് സീക്വൻസ് ആണ് നീ ഫോളോ ചെയ്യേണ്ടത്, ഇതുവരെ ഫോളോ ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ, ആൻഡ് വാട്ട് വിൽ ദാറ്റ് മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് കുറെ എക്സാമ്പിൾസും കുറച്ചുകൂടെ സട്ടിൽനെസിന്റെ എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. 10 ശ്ലോകം കൂടി ഉണ്ട്. 2-3 ശ്ലോകം is explaining the paths, and then ബാക്കിയുള്ള ശ്ലോകങ്ങൾ are the ultimate end effects of this. അപ്പൊ അതുകൊണ്ട് 13, ഇനി ഇത് കഴിഞ്ഞാൽ 15-ാമത്തെ അധ്യായത്തിലും ചില കോൺസെപ്റ്റ്സ് ഇപ്പം ഭഗവാൻ മനസ്സിലായി, നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, അർജുനും ശരി മുഴുവൻ മനസ്സിലായിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് പുരുഷോത്തമ യോഗത്തിൽ വരുമ്പോൾ ഇവിടെയും പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള പുരുഷൻ എന്താണ്? ഇവിടെ മോസ്റ്റ്ലി പുരുഷനെ പ്രകൃതിയുടെ ഭാവഭേദങ്ങളിൽ മോഡിഫിക്കേഷനിൽ അഫക്റ്റഡ് ആവുന്ന അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന്. പുരുഷോത്തമ യോഗത്തിൽ വാട്ട് ഈസ് ദാറ്റ് അൾട്ടിമേറ്റ് പുരുഷ ഹു ഇസ് അൺഅഫക്റ്റഡ് ബൈ എവറിത്തിങ്. അതുകൊണ്ടാണ് 15-ാമത്തെ അധ്യായം സപ്പോസ് ടു ബി ദ പിനക്കിൾ ഓഫ് മാൻ മേക്കിംഗ്, ഹൗ വൺ ഷുഡ് ബി എന്നുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ 13 കണക്റ്റഡ് ആണ്. 14 ഇടയില് 15 ഇടയിൽ 14-ാമത്തെ അധ്യായത്തിൽ ഗുണത്രയങ്ങൾ പറയും. കാരണം സാത്വിക, താമസിക, രാജസിക ഗുണങ്ങളെ പറ്റി പറയാതെ ഈ സ്റ്റേജിൽ നിന്ന് ഉയരുന്നത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഗുണങ്ങളാണ് ഈ പ്രകൃതി എന്ന് പറഞ്ഞതിൽ ഗുണങ്ങളുണ്ട്, പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ല. അതിനെ എലാബറേറ്റ് ചെയ്യാണ് 14-ാമത്തെ അധ്യായത്തിൽ ഗുണങ്ങൾ മാത്രം. 3 ഗുണങ്ങള്, താമസികം, രാജസിക, സാത്വിക, അതിൽ നിന്ന് ഉയരുന്നതിനെ കുറിച്ചാണ് 14 പറയുന്നത്. ഈ 13-ഉം 14-ഉം കൂടെ ചേർത്താൽ 15 which is the culmination of ഉത്തമ പുരുഷോത്തമ യോഗം. കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ്, കുറച്ച് ഗഹനമായ കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്ക് ഗഹനമായി ഈ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുണ്ട് എന്ന് ഭഗവാൻ അറിയാം. സോ ഹീസ് ഗിവിങ്, ഇനി വരുന്ന ചാപ്റ്ററുകളിൽ കുറേയൊക്കെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഈ ചോദിച്ച ചോദ്യത്തിന് ഒരു സ്റ്റുഡന്റ് വന്നിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ഫിസിക്സ് ക്ലാസ്സിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ടു മീ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു, എനിക്കിപ്പോ പറഞ്ഞു തരാൻ പറ്റില്ല, നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയാം, വൺ ഓപ്ഷൻ. ഓർ ഗിവ് ഹിം എ ബിഗ് പിക്ചർ, മേക്ക് ഹിം ഇൻട്രസ്റ്റഡ് ആൻഡ് എക്സൈറ്റഡ് ഇൻ ഇറ്റ്, and have him learn something of his own while he can guide him through the complex concepts, right? So you can have both ways of teaching, and Bhagavan obviously chooses the later version. നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. അർജുനോട് പറയായിരുന്നു, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, പുരുഷൻ, ജ്ഞാനം ചെയ്യുന്ന ചോദിച്ചപ്പോ ഇപ്പൊ യുദ്ധം ചെയ്യുക, ബാക്കി പിന്നെ നോക്കാം എന്ന് പറയാമായിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നമുക്ക് ഇതൊക്കെ സംസാരിക്കാം. നീ ഇപ്പൊ നിന്റെ ജോലി ഇപ്പൊ ചെയ്യും, നമ്മളെല്ലാവരോടും പറയാറില്ലേ, എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ പണി ചെയ്യും, ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ പറയായിരുന്നു ഭഗവാൻ. ബട്ട് ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ ഇപ്പൊ അങ്ങനെ തന്നെ ഇരുത്തണ്ട. ലെറ്റ് മീ ഗിവ് ഹിം ദ ബിഗ് പിക്ചർ. അത് സ്വാംശീകരിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ കുറെയൊക്കെ സ്വയം ശ്രമിക്കും. ഇതിന് എത്രത്തോളം ശ്രമിക്കുന്നു, അതിനാണ് നേരത്തെ പറഞ്ഞത്, ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. എല്ലാവരുടെയും ഹൃദയത്തിലാണ്, വെറുതെ അവിടെയും ഇവിടെയും പോയി വാതിലുകൾ മുട്ടണ്ട. യു ഹാവ് ടു കോൺടെംപ്ലേറ്റ് ആൻഡ് ഇൻട്രോസ്പെക്ട്. സോ ഇതിലൊക്കെ ഈവൻ ഫൈനർ പോയിന്റ്സ് ആയിട്ടും കൂടെ നമ്മളെയൊക്കെ ഭഗവാൻ ഉത്തേജിപ്പിക്കുന്നത് ഈസ് ടു ലുക്ക് ഇൻവേർഡ്സ്. ചോദ്യങ്ങൾ ചോദിക്കൂ, ഉത്തരം ഞാൻ പറഞ്ഞു തരാം, നിനക്ക് അറിയുന്ന പോലെ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാം. ബട്ട് ദി അൾട്ടിമേറ്റ് ആൻസർ ഷുഡ് കം ഫ്രം യു. ദി അൾട്ടിമേറ്റ് ആൻസർ ഡസ് നോട്ട് ലൈ വിത്ത് an outside source. ദി അൾട്ടിമേറ്റ് ആൻസർ ഇസ് ഇൻസൈഡ്. അത് പോയിന്റ് ചെയ്യുക. ആ ഇൻസൈഡ് എന്താണ്? ഇൻസൈഡിലുള്ള ഡിഫറൻസസ് ആണ് ഇത് മുഴുവൻ പറഞ്ഞു തന്നത് ഇത്രയും. കാരണം ഇൻസൈഡ് ദി എൻലൈവനിങ് കോൺഷ്യസ്നസ് ഇസ് ജസ്റ്റ് വൺ. അതിന് ഇറ്റ് ഈസ് അൺഡൈല്യൂട്ടഡ്. ബട്ട് ദ പ്രോബ്ലം ഈസ് you think that your enlivening consciousness is attached to
the equipments of matter. അങ്ങനെ prompted by that, you think of this consciousness in different ways. And you, ഇതൊന്നും പുറമേ നിന്ന് വരുന്നതല്ല, പ്രകൃതി എന്താ ഇതില് നേരത്തെ പറഞ്ഞ പോലെ പുരുഷ പ്രകൃതി സ്തോഹി, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, നാരായണ, അപ്പോ കുറച്ചു മുമ്പ് നാരായണൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്ന് മനസ്സിലായി, ലോവർ നേച്ചർ, ഹയർ നേച്ചർ. പക്ഷെ പുരുഷനാണ്, ഒരു പോയിന്റിൽ പറഞ്ഞു, പുരുഷനാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പ്രകൃതി അങ്ങനെ കാണണം. there are 4 approaches you said, right? ഒന്ന്, നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാം, പുരുഷനാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്, എന്റെ വാസനകൾക്കൊക്കെ കാരണം പുരുഷനാണ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ. ബട്ട് ഐ തിങ്ക് അതിന്ന് ചേഞ്ച് ചെയ്തൂല്ലേ? അപ്പൊ പിന്നെ അങ്ങനെയല്ല, വാസനകൾക്ക് കാരണം പുരുഷനാണെന്ന് പറഞ്ഞിട്ടില്ല. വാസനകൾക്ക് കാരണം പ്രകൃതിയാണ്. കാരണം വാസനാസ്, അവ്യക്തം എന്നുള്ളത് പ്രകൃതിയിൽ പെടുത്തിയല്ലോ നമ്മൾ നേരത്തെ തന്നെ. സോ വാസനാസ് ആർ പ്രകൃതി. ഇപ്പൊ കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി ഉച്ചതേ, കോസ് ആൻഡ് എഫക്ട് പ്രകൃതി തന്നെയാണ്. പക്ഷേ പിന്നെ 4 സ്റ്റേജസ് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഇവോൾവ് ചെയ്യാം. ഉപദൃഷ്ട, അനുമന്ത, ഭർത്ത, ഭോക്ത, മഹേശ്വര. മഹേശ്വരനെ ഉപദൃഷ്ടാവായിട്ട്, വെറും നോക്കിക്കാണുന്നവനായിട്ട്, അനുമതി തരുന്നവനായിട്ട്, ഭർത്താവായിട്ട്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവനായിട്ട്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവനായിട്ട് നമുക്ക് കാണാം. ഈ നമ്മൾ കാണുക എന്ന് പറയുമ്പോ ഇത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്നായില്ലേ? കറക്റ്റ്? നമ്മൾ കാണുക, അപ്പൊ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്നായി. അപ്പൊ എപ്പോഴാണ് വ്യത്യാസം ഉണ്ടാവുന്നത്? അപ്പൊ ഉപദൃഷ്ടാവാണ് ഇയാള്. ഇത് വെറുതെ ഇയാള് വെറുതെ ഒന്നും എന്നെ എൻലൈവൻ ചെയ്യുന്നു എന്ന് എന്റെ വായ കൊണ്ട് ഒരു ഭാഗത്ത് പറയുമ്പോഴും ഇയാൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയല്ലേ ഞാൻ അധാർമികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. Right? So this is a viewpoint. This is not the ultimate fact. It's a viewpoint. ഇപ്പൊ ഇപ്പൊ ഞാൻ മാറി നിന്നിട്ട് കാണുകയാണ്, ഒരാള് മറ്റൊരാളെ അടിക്കുന്നു, ഒരാള് മറ്റൊരാളെ ഉപദ്രവിക്കുന്നു. പക്ഷെ ഞാൻ വേദാന്തമൊക്കെ പഠിച്ചത് കാരണം എനിക്കറിയാം ഞാനും അയാളും ഒന്ന് തന്നെയാണ്. എന്നിലുള്ള ചൈതന്യവും അയാളുള്ള ചൈതന്യവും, നേരത്തെ പറഞ്ഞ പോലെ അവിഭക്തം ച ഭൂതേഷു വിഭക്തം ഇവ. അപ്പൊ അതുപോലെ എന്നിലുള്ള ചൈതന്യവും അയാളുള്ള ചൈതന്യവും ഒന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ ഇടയ്ക്ക്? ഭഗവാൻ എന്താ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച? അവിടെ ഭഗവാൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഹി ഈസ് ഡൂയിങ് ഇറ്റ് പ്രോംപ്റ്റഡ് ബൈ ഹിസ് വാസനാസ്. ഭഗവാൻ ഇസ് ജസ്റ്റ് വാച്ചിങ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഇതൊന്നും കുറ്റങ്ങളും ഗുണങ്ങളും, കാരണം ഗുണങ്ങളും ദോഷങ്ങളും ഭഗവാനിൽ ആരോപിക്കണ്ട. നോ, ഇനി നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പം നമ്മൾ ചിലപ്പോൾ പറയില്ലേ, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ, അപ്പൊ ഇത് വളരെ താമസികമായ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചൊരു ഭക്തിയുടെ ലെവലിലേക്ക് വന്നു. നിങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുമ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു, ഈശ്വരൻ എനിക്കിത് ചെയ്യാൻ സാധിപ്പിച്ചു തന്നു, ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയില്ലേ നമ്മള്? അങ്ങനെ ഒരു അവസ്ഥയിൽ ഇതിനെ അനുമതി തന്ന ആളായിട്ട് കരുതാം, കുറച്ചുകൂടെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇനി നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾ എല്ലാം ഭഗവാനിൽ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഭഗവാൻ തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്, ഭഗവാൻ തന്നെയാണ് ഇത് സപ്പോർട്ട് ചെയ്തത്, സറണ്ടർ ചെയ്ത്. അപ്പൊ നമുക്കത് ഹ്യൂമിലിറ്റി വരുത്താണ്. ഞാൻ എല്ലാ ജോലികളും ചെയ്തു, എനിക്ക് വേണ്ടതൊക്കെ കംപ്ലീറ്റ് സറണ്ടർ ഭാവത്തിൽ ചെയ്തു എന്ന് ഇതൊക്കെ ചെയ്യാൻ ഭഗവാൻ എന്നെ സഹായിച്ചു. റൈറ്റ് നൗ യു ആർ ബീങ് മോർ ഹംബിൾ. സോ യുവർ ആക്ഷൻസ്, അപ്പൊ ഈ ആക്ഷന് കുറേശ്ശെ പ്യൂരിഫൈ ആവുന്നത് കാണുന്നില്ലേ? അപ്പൊ നമ്മൾ ഇത് ഭഗവാൻ പറയുന്നത് ഇത് നല്ലതാണെന്നല്ല പറയുന്നത്. കാരണം പുരുഷൻ പ്രകൃതിയുടെ കൂടെ ചേർന്നിട്ട് പ്രകൃതിയുടെ ഗുണങ്ങളെയൊക്കെ പ്രകൃതി ജാൻ ഗുണാൻ, പ്രകൃതി ഗുണങ്ങളിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കണു എന്നല്ലേ പറഞ്ഞത്? റൈറ്റ്? പുരുഷൻ അനുഭവിക്കാൻ. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊരു വ്യൂ പോയിന്റ് എടുക്കുമ്പോ, ദിസ് ഈസ് എൻ എലവേഷൻ നൗ. ഇതൊരു എവല്യൂഷൻ ആണോ? ഈ 4 സ്റ്റേജസ് നമ്മുടെ എവല്യൂഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പൊ ആരെയും ഇപ്പൊ ഏറ്റവും താമസികനാണെങ്കിൽ ദിസ് ഇസ് എൻ എവല്യൂഷൻ, റൈറ്റ്? ബട്ട് വി ആർ സംവെയർ ഇൻ ദിസ് ചെയിൻ സംവെയർ, വി ഡോണ്ട് നോ വെയർ വി ആർ, റൈറ്റ്? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇനി ഉപദൃഷ്ടാവ്, അനുമന്ത, എനിക്ക് പൂർണ്ണമായിട്ട് സറണ്ടർ ആണെങ്കിൽ ഞാൻ എല്ലാം ഈ ഭഗവാന്റെ സപ്പോർട്ടിലാണ്. ഇനി അതിന്റെ മേലെ പോയാല് ഭഗവാനും ഞാനും ഒന്നാണെന്ന് വരുമ്പം പിന്നെ വേർ ആർ യു എൻജോയിങ് സെപ്പറേറ്റ്ലി ഫ്രം ദ ലോർഡ്? യു സീ ദ ഡിഫറൻസ്, റൈറ്റ്? ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ്
yoga state, ultimate state of realization, ultimate state of oneness with the supreme, avada separate alla. Avada separate alladirikumbo, then I am always in infinite joy, right? And that is, if that infinite joy is my entire state all the time, then that is the supreme also enjoying bhokta, because I am no different from the supreme. Because that is a very big transition from Ayatha Moon state. That's an extremely big transition. Avade Bharta Bhokta Maheshwaran is a Bhokta. He's an enjoyer because he is no different from you. You are always in a state of joy. You are Sachidanandam. You are bliss. If you are bliss because he is bliss. Then there is no question of bliss being different for both of you. You are one and all. Other is the ideal, is a final ultimate state. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിന് ശേഷം ഭഗവാൻ പറയുന്നത്, ഇതറിയുന്നവൻ, ഈ സത്യം അറിയുന്നവൻ, ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള കണക്ഷൻസും ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ അറിയുന്നവൻ ഇനി ജനിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഇതെത്താം. ചിലർക്ക് ധ്യാനം കൊണ്ടെത്താം, ചിലർക്ക് കർമ്മയോഗം കൊണ്ടെത്താം, ചിലർക്ക് ഇത് മുഴുവൻ, ഇനിയിപ്പോ അതൊക്കെ മോശം, എനിക്ക് ധ്യാനവും ഇല്ല കർമ്മയോഗവും ഇല്ല, പേടിക്കണ്ട, ചിലർക്ക് ഇത് കേട്ടാൽ തന്നെ ആവും പറയുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും പറയണത് കേട്ടാൽ തന്നെ ആവും. എന്തായിരുന്നു ആ ശ്ലോകം? ഇറ്റ്സ് നോട്ട് ടു ബി ഫിസിക്കലി ഓർ ലിറ്ററലി ടേക്കൻ. അന്യേ ത്വമേവ ജാനന്ത ശ്രുത്വാന്യേ ഉപാസതേ. ഈ ശ്രുതി കൊണ്ട് തന്നെ ചിലർക്ക് കിട്ടും. അപ്പൊ പല വഴികളുണ്ട് ഇതിലേക്ക്. അതെന്തൊക്കെയാണ്? പക്ഷെ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞാലല്ലേ വഴിയെ കൊണ്ട് ഉപകാരമുള്ളൂ, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ദി ഗോൾ ഡിഫൈൻ ചെയ്തിട്ട് അതിലേക്കുള്ള പാത്ത് പറയാൻ. അപ്പൊ so Upadrishta, Anumanda, Bharta, Bhokta is a standpoint differences. The ultimate really is no different in any of these. Idea. So ultimate is no different in any of these. It is the perception that you have of what the ultimate is when you do things that are different. Right? Paramatma ഭോക്താവ് എന്നുള്ള അവസ്ഥയിൽ ഞാൻ അൾട്ടിമേറ്റ് ജോയ് സ്റ്റേറ്റ് ആണ്. ഐ ഹാവ് നത്തിങ് എൽസ്. ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ആം റിയലൈസ്ഡ് ഐ ഹാവ് നത്തിങ് ഡിഫറെന്റ് ഫ്രം ദി അൾട്ടിമേറ്റ് എന്നുള്ള അവസ്ഥയിൽ മൈ സ്റ്റേറ്റ് ഓഫ് എൻജോയ്മെന്റ് ഈസ് ദാറ്റ് സുപ്രീം സ്റ്റേറ്റ് ഓഫ് എൻജോയ്മെന്റ്, നോ ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഭോക്താവ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്. ഇത് കുറച്ചൊരു ഹിസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ. അത് ഇപ്പൊ എല്ലാം ഇപ്പൊ ചില ആചാര്യന്മാര് പറയും ഈ ചാപ്റ്ററിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൃദി സർവസ്യ വിഷ്ഠിതമാണെന്ന്. ഇതൊക്കെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ടെൻഡൻസി ഈസ് ടു ഫൈൻഡ് അവർ സൊല്യൂഷൻസ് ഫ്രം ഔട്ട്സൈഡ്. അതൊരു ചോദ്യത്തിലൂടെ ആയാലും നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ആയാലും നമ്മുടെ ടെൻഡൻസി ഈസ് ടു ഗെറ്റ് എവറിത്തിങ് ഫ്രം ഔട്ട്സൈഡ്. ഇത് കിട്ടില്ല പുറത്തുനിന്ന്. ഇത് പുറത്ത് ഉള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ ദിസ് ക്യാൻ ഓൺലി ബി അറ്റൈൻഡ് ഫ്രം വിത്തിൻ. അപ്പൊ ഉള്ളിലേക്ക് തിരിയാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. ടെൻഡൻസി ടു സ്റ്റാർട്ട് ഗോയിങ് ഇൻവേർഡ്സ് റാദർ ദാൻ ബീയിങ് എക്സ്ട്രോവേർട്ടഡ്. കാരണം ഉത്തരങ്ങളൊക്കെ അവിടെയാണ്. ശ്രുതി എന്ന് പറയുന്നത് തന്നെ എല്ലാ വേദങ്ങളും അശരീരിയൊന്നും ആയിരുന്നില്ല, അതൊക്കെ ഉള്ളിന്ന് വന്നതാണ്. ഋഷിമാരുടെ ആ കോൺടെംപ്ലേറ്റീവ് സ്റ്റേറ്റിന് ഉള്ളിന്ന് വന്നതാണ്. അതേപോലെ എല്ലാവരുടെ ഉള്ളിലും എല്ലാരെയും എൻലൈവൻ ചെയ്യുന്ന ഒരേ ചൈതന്യമാണെങ്കിൽ എവറിബഡി ഷുഡ് ബി ഈക്വലി കേപ്പബിൾ ഓഫ് ഫൈൻഡിങ് ഇറ്റ് ഔട്ട്. യു ആർ നോട്ട് ഫൈൻഡിങ് ഇറ്റ് either because you are not putting in an effort, or you are just not, your vasana cycles or your purification has not happened enough to expose it. ചളിവെള്ളത്തിലാണ് റിഫ്ലക്ഷൻ. സൂര്യൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ചളിവെള്ളത്തിൽ നോക്കിയിട്ട് സൂര്യനെ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവർ ചളിവെള്ളം ഇസ് നോട്ട് ഏബിൾ ടു റിഫ്ലക്ട് ദ സൂര്യൻ. ആ ചളി മാറ്റുമ്പോ സൂര്യൻ ഉണ്ടെന്ന് മനസ്സിലായിക്കോളൂ. പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് പല കാര്യങ്ങളും ഈ അൾട്ടിമേറ്റ് ഇതിനെ ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയും മിക്സ് ചെയ്ത് പോകും. പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മൾ ഈ അൾട്ടിമേറ്റ് ഒരു ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ട്രാൻസാക്ഷണൽ കാര്യങ്ങളെ വിശദീകരിക്കാൻ പോകുമ്പോൾ ആ ഒരു മിക്സിങ്. പണ്ട് പറഞ്ഞൊരു ഉദാഹരണം പോലെ ഇപ്പോ ഗുരുവും ശിഷ്യനും കൂടി നടക്കുമ്പോൾ പുലി പിടിക്കാൻ വന്നോ
പുലി മരത്തിൽ കയറി ഗുരു ശിഷ്യൻ എന്തിനാ മരത്തിൽ കയറിയത്, പുലി മിഥ്യാന്നല്ലേ ഇത്രയും കാലം പഠിപ്പിച്ച് വെച്ചപ്പോ പുലി മിഥ്യയാണെങ്കിൽ മരത്തിൽ കയറിയതും മിഥ്യയാവണം. പുലി മിഥ്യയും മരത്തിൽ കയറിയത് സത്യവും ആവണമെന്ന് ശിഷ്യൻ അവിടെ മിക്സ് ചെയ്യാണ്. അവിടെയാണ് ഈ അപകടം കിടക്കുന്നത്. നമുക്ക് നമ്മൾക്ക് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് വാദിക്കാൻ വേണ്ടി ചിലതിനെ നമ്മൾ അവിടെ നിന്ന് എടുക്കും, ചിലത് നമ്മൾ അൾട്ടിമേറ്റ് എടുക്കും. അവിടെ അത് നമ്മുടെ ഇതിപ്പോ മറ്റൊരാളോട് വാദിക്കാനല്ല, നമ്മളോട് തന്നെ വാദിക്കാൻ, നമ്മളോട് തന്നെ ന്യായീകരിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കും പലപ്പോഴും. ഈ ഒരു ഫിക്സ് ചെയ്യല് അത് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ആവും കുറെ. അതിനുള്ള ഒരു ശ്രമം എന്നുള്ളതേ പറ്റൂ ഇതിനകത്ത്. ആ ശ്രമം can only happen from within. ആ ശ്രമത്തിന് താങ്ങുകളാവാം പലതും, പ്രോപ്സ് ആവാം പലതും. പക്ഷെ പ്രോപ്പുകൾ കൊണ്ട് മാത്രം സ്ക്രീൻ ഉണ്ടാവില്ലോ, സ്ക്രീൻ നമ്മൾ തന്നെ വെക്കണം. യു ക്യാൻ ഗെറ്റ് ലോട്ട് ഓഫ് പ്രോപ്സ് ഫ്രം ഡിഫറെന്റ്. അപ്പൊ അതാണ് ചില ആൾക്കാർ പറയും ഞാൻ എല്ലാ ഉപനിഷത്തുകളും പഠിച്ചു. എല്ലാ ഉപനിഷത്തും പഠിക്കേണ്ട, ഒരു ഉപനിഷത്തില് ഒരു വരി പഠിച്ചാൽ മതി ശരിക്കും വേണമെങ്കിൽ. പക്ഷെ അതൊന്നും പറ്റാത്തതുകൊണ്ട് നേരത്തെ കേട്ടാൽ തന്നെ മതി എന്ന് പറയാം. എന്ന് പറയുമ്പോ അവിടെ എങ്ങനെ കേൾക്കണം? അപ്പൊ ഭാഗവത മഹാത്മ്യത്തില് ദുന്ദുകാരിയുടെ കഥ പറയുന്ന പോലെയാണ്. ദുന്ദുകാരിക്ക് സ്വന്തം ശരീരം പോലും ഇല്ലാതെ ഒരു മുളക്കുറ്റിയുടെ മുകളില് ശരീരത്തിനെ കൊണ്ടുവന്നിട്ട് കേൾക്കേണ്ടി വന്നു. അതൊരു അവസാന വഴിയാണ്, ഇതല്ലാതെ ഇനി ഒന്നില്ല. അപ്പൊ ആ ശ്രദ്ധ കിട്ടി, അങ്ങനെ കേൾക്കാൻ പറ്റി. ആ കേൾവി കൊണ്ട് മാത്രം വിമാനം വന്ന് കൊണ്ടുപോയി എന്ന് കഥ പറയുന്നു. അപ്പൊ ആ ഒരു തലത്തിൽ കേൾക്കാൻ നമുക്ക് ആവണം. അപ്പൊ ആ കേൾക്കൽ മാത്രമേ വേണ്ടൂ, പിന്നെ ഒരു വേറൊന്നും ആവശ്യമില്ല. അതെ, അത് കാരണം അത്രയും റിഫൈൻഡ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് എത്തിക്കഴിഞ്ഞാൽ ഓൾ യു നീഡ് വലിയ എണ്ണപ്പാടത്തില് ഒരു തീപ്പെട്ടി കൊല്ലി മതി, വലിയ ഫയർ ഇതൊന്നും വലിയ പല പന്തങ്ങളൊന്നും കൊളുത്തണ്ട. അപ്പൊ when everything, when all the conditions are suitable, all you need is that little spark. പക്ഷെ ഈ കണ്ടീഷൻസ് സൂട്ടബിൾ ആക്കാനുള്ള ശ്രമമാണ് ബാക്കി മുഴുവൻ. അതിലെന്താ പറ്റുന്ന സൂട്ടബിൾ ആവുക എന്ന് പറയുന്നത് ദുന്ദുകാരിയുടെ കഥയാണ്. ദുന്ദുകാരിക്ക് അതല്ലാതെ പിന്നെ വേറൊരു വഴിയില്ല, ശരീരം പോലും അങ്ങനെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എത്തുക, അതാണ് വാക്യവൃത്തിയിലൊക്കെ താപത്രയാർക്ക സന്തപ്ത കശ്ചിത് ഉദ്വിഗ്ന മനസ്സ. അത്രമാത്രം നമ്മൾ ഉള്ളിൽ ആ എല്ലാ തരത്തിലുള്ള താപത്രയങ്ങളെ, നമ്മൾ ആധ്യാത്മികവും ആദിഭൗതികവും ആയിട്ടുള്ള എല്ലാ വേദനകളെയും അനുഭവിക്കുന്ന അതിന്റെ പരമാവസ്ഥയിൽ എത്തുമ്പോഴാണ് ആ ശ്രദ്ധയിലിരിക്കുന്നത്. അതുവരെ നമ്മള് പകുതിയാണ് നമുക്ക് പുറത്തൊക്കെ വേണമെന്നുണ്ട്, ബാക്കി നമ്മുടെ കംഫർട്ടുകൾ വേണം, ബാക്കി നമ്മുടെ ട്രാൻസാക്ഷൻ ലൈഫിലെ സൗകര്യങ്ങൾ വേണം, സുഖങ്ങൾ വേണം. സുഖങ്ങൾ വേണമെന്ന് വെച്ചാൽ സുഖങ്ങൾ വേണ്ടെന്നല്ല, അതിനോടുള്ള അറ്റാച്ച്മെന്റ് വേണം. അറ്റാച്ച്മെന്റാണ് വേണ്ടത്. സുഖം ഏത് തരത്തിലും ആവാം, അതൊക്കെ അനുഭവിക്കാം. പക്ഷെ ആ അറ്റാച്ച്മെന്റ് വിടാനൊന്നും നമുക്ക് കഴിയില്ല. അവിടെയും വേണം ഇവിടെയും വേണം എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ കുറെ. राधे कृष्ण की ज्योति अलौकित तीनों लोगों में छाई रही है। भक्त विवश एक प्रेम पुजारिन फिर भी दीप जलाई रही है। कृष्ण को गोकुल से राधे को, कृष्ण को गोकुल से राधे को बरसाने से बुलाई रही है। दोनों करे स्वीकार कृपा कर चौथन आरती गाए रही है। दोनों करे स्वीकार कृपा कर जोगन आरती गाए रही है। भोर भई तो सांझ ढले तक सेवा को नित नाम हमारो। स्नान कराए वो वस्त्र ओढ़ाए, भोग लगाए वो लागत प्यारो के। कब ते निहारत आप कियो, कब ते निहारत आप की ओर की आप हमारे और निहारो। राधे कृष्ण हमारे धाम को जोगन वृंदावन धाम बदारो। राधे कृष्ण हमारे धाम तो जाने वृंदावन धाम हमारो। राधे कृष्ण की ज्योति अलौकित तीनों लोगों में छाए रही है। भक्त विवश एक प्रेम पुजारन फिर भी दीप जलाए रही है। कृष्ण को गोकुल से राधे को, कृष्ण को गोकुल से राधे को
बरसाने से बुलाए रही है, दोनों करे स्वीकार, कृपा कर जो गण आरती गाए रही है, दोनों करे स्वीकार, कृपा कर जो गण आरती गाए रही